പെൺകുട്ടിയും കൂടെ പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് നോക്കിയാൽ നിങ്ങളും പെപ്പയും കൂടെ നടന്ന ബന്ധം കൺസെൻഷ്യൽ ആയിട്ടുള്ള നടന്ന ബന്ധമാണ് അല്ലെ? രണ്ടുപേർക്കും അങ്ങോട്ടും കൂടെ സമ്മതമായിട്ട് നടന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. ആ റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞതിനകത്ത് പെപ്പ തെറ്റ് ചെയ്തത്, പെപ്പ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫയറിനകത്ത് ഉണ്ട് എന്നല്ലാതെ വേറെ നിങ്ങളോട് പെപ്പ തെറ്റ് ചെയ്തിട്ടില്ല. ഈ പറയുന്ന ചാറ്റ് ലീക്കാക്കും ഹക്കീം ചെയ്യും എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രശ്നം പറയുന്ന പെപ്പ ചെയ്തിട്ടില്ല. മനസ്സിലായോ? ഫിസിക്കൽ അബ്യൂസോ സെക്ഷൽ എക്സ്റ്റോർഷനോ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം ഈ പറയുന്ന ഹക്കീമിന്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് പെപ്പ എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബം ഇവൻ തകർക്കും എന്നുള്ള പേരിലാണ് ഈ പൈസ മേടിക്കുന്നത്. അതിനകത്തുള്ള എക്സ്റ്റോർഷൻ മനസ്സിലാവുന്നുണ്ടോ കുട്ടിക്ക്? ഇതിനകത്ത് പല ആൾക്കാരും ഹനാൻ ഷാ എന്ന് പറയുന്ന വ്യക്തിയെ വെളുപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഒരു ക്രൈമിന് കൂട്ടു നിൽക്കുന്നതും ക്രൈം തന്നെയാണ് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മാസങ്ങളായിട്ടും കുറെ കാലങ്ങളായിട്ടും കൂട്ടുകാരായിട്ടുണ്ടായിരുന്ന ഈ പറയുന്ന അബ്ദുൽ ഹക്കീമിനും ഹനാൻ ഷായ്ക്കും ഈ പറയുന്ന സെറ്റിൽമെന്റ് മേടിച്ചിട്ടും വീണ്ടും കൂട്ടുകാരായിരുന്നു. അതിനുശേഷം ഈ 25 ലക്ഷം മേടിച്ചതിന് പുറമെ വീണ്ടും 50 ലക്ഷം ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് മീഡിയേഷൻ നിന്നതും ഹനാൻ ഷാ തന്നെയാണ്. ഹനാൻ ഷായ്ക്ക് അല്ലെങ്കിൽ അല്ല എന്ന് പറയാൻ പറ്റുമോ? മാത്രമല്ല, ഈ പെൺകുട്ടിയോട് മാത്രം പറഞ്ഞിട്ടുള്ള കുറെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഹനാൻ ഷാ എങ്ങനെയാണ് അറിയുന്നത്? ഹനാൻ ഷാ അത് ഒരു ത്രെറ്റ് എന്നുള്ള രീതിയിൽ പല ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചതിനെ കുറിച്ചുള്ള തെളിവുകളുണ്ട്. ഹനാൻ ഷായ്ക്ക് അത് പറ്റുമോ? അതില്ല എന്ന് പറയാൻ പറ്റുമോ ഹനാൻ ഷായ്ക്ക്? ഇത് ഈ പറയുന്ന പ്രൊഡക്ഷന്റെ സൈഡിൽ ഈ പറയുന്ന ഹനാൻ ഷാ ഭയങ്കര ഒരു സേവിയർ ആണ് എന്നുള്ളൊരു രീതിയിലാണ് ഇവര് സംസാരിച്ചത് ആദ്യമൊക്കെ. അതായത് ഒരുപാട് പ്രഷർ ചെയ്തിട്ട് ഇതിനകത്ത് നിന്നു. ഇതുപോലെ തന്നെ ഒരു സിമിലർ ഇൻസിഡന്റ് മറ്റൊരു നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരു കുടുംബത്തിന്റെ ഇടയ്ക്ക് മറ്റൊരു ഇൻഫ്ലുവൻസർ കടന്നിട്ട് ഈ പറയുന്ന അബ്ദുൽ ഹക്കീം ഒരു കോണം കേട്ടതിന് ഞാനത് പറഞ്ഞ് ശരിയാക്കി തരാമെന്നുള്ള രീതിയിൽ അവരെ കൊണ്ട് പ്രഷർ ചെയ്യിപ്പിച്ച് ഇതേ ഒരു മീഡിയേഷൻ കളിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വലിയൊരു ഇൻഫ്ലുവൻസർ നിന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രൂഫ് എന്റെ കയ്യിലുണ്ട്. പക്ഷെ ആ ഇൻഫ്ലുവൻസറിനെ കുറിച്ച് എനിക്ക് ഇപ്പൊ സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിന്റെ പേര് പറയാത്തത്. ഇതൊരു ടാക്ടിക്കൽ ആയിട്ടുള്ള സിമ്പിൾ സൈക്കോളജിക്കൽ പരിപാടിയാണ്. ഇറ്റ്സ് കോൾഡ് ബീയിങ് എ ഗുഡ് കോപ്പ് ആൻഡ് എ ബാഡ് കോപ്പ്. അല്ലേ ഹനാൻ? ഈ വീഡിയോയുടെ കൺക്ലൂഷൻ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. രണ്ട് വ്യക്തികൾ കൺസെൻഷ്യലായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന കുറച്ച് ചാറ്റുകളും കുറച്ച് കോൺവെർസേഷനുകളും ലീക്കാക്കും എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയുടെ ഏറ്റവും മൂർഖന്യാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന സെറ്റിൽമെന്റ് ഹനാൻ ഷാനെ കൊണ്ട് ഹക്കീം സംസാരിപ്പിക്കുന്നത്. ആ സിനിമയുടെ പല സെയിലുകളും അബദ്ധമാവുമെന്ന് പറയുന്ന സമയത്താണ് ഷെരീഫ് മുഹമ്മദ് അതിന് വഴങ്ങേണ്ടി വന്നത്. ആന്റണി വർഗീസ് പെപ്പെ കേസിന് പോലും പോകാൻ പറ്റാതിരുന്ന അവസ്ഥയുണ്ടായത്. ഇതിനകത്ത് കൾപ്രിറ്റുകൾ രണ്ടാൾക്കാരാണ്, ഹനാൻ ഷായും അബ്ദുൽ ഹക്കീം. ഇതിനകത്ത് ഹനാൻ ഷാന് യാതൊരു രീതിയിലുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് വീണ്ടും മീഡിയേഷൻ നിന്നു എന്നുള്ള കാര്യം ഹനാൻ ഷാ സംസാരിച്ചിരുന്നില്ല? ഹനാൻ ഷാ 1 മണിക്കൂറുള്ള വീഡിയോയ്ക്കകത്ത് വീണ്ടും എന്നെ കൊണ്ട് 50 ലക്ഷം ചോദിപ്പിച്ചു എന്നുള്ള കാര്യം എന്താ ഹനാൻ ഷാ ഒളിപ്പിച്ചു വെച്ചിരുന്നത്? കാരണം ഈ സത്യം